നമസ്കാരം. സമാധാനം ഒരു മിഥ്യയാണ്. കാരണം പലപ്പോഴും നമ്മുടെ രാജ്യം നമ്മളറിയാതെ തന്നെ യുദ്ധം ചെയ്യുകയാണ്. പ്രത്യക്ഷത്തിൽ ചെയ്യുന്ന യുദ്ധം എന്ന അർത്ഥത്തിലല്ല ഞാനിങ്ങനെ പറഞ്ഞത്. രാജ്യത്തിന് പുറത്ത് നമ്മുടെ രാജ്യത്തിനെതിരെ നടക്കുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നിർവീര്യമാക്കുവാനും അവയ്ക്ക് തക്ക തിരിച്ചടി നൽകുവാനുള്ള പരോക്ഷ യുദ്ധത്തിലാണ് നമ്മുടെ രാജ്യം. യൂണിഫോം ധരിച്ച ജവാന്മാർ നമ്മുടെ അതിർത്തികൾ കാക്കുന്നത് പോലെ ഉയർന്ന പരിശീലനം ലഭിച്ചവരും പ്രചോദിതരുമായ നമ്മുടെ രഹസ്യാന്വേഷണ സംഘടനയായ റോയുടെ ഏജന്റുമാർ കോഡ് നാമങ്ങളുമായി ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു. ഇതെല്ലാം രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. രാജ്യത്തിനെതിരായ ഇരുണ്ട ഗൂഢാലോചനകൾ കണ്ടെത്തുകയും രാജ്യദ്രോഹികളെ നശിപ്പിക്കുകയും വ്യക്തിപരമായ വലിയ അപകട സാധ്യതകൾ നേരിടുകയും ചെയ്യുന്ന ഇന്ത്യയുടെ ശക്തമായ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ വാഴ്ത്തിപ്പാടാത്ത വീരന്മാരാണ് അവർ. ഇപ്പോൾ അമേരിക്കൻ പോലീസ് മുഴുവൻ ഒരു ഇന്ത്യക്കാരിക്ക് പിന്നാലെ പായുകയാണ്. ദിവസവും നിരവധി പേരാണ് അമേരിക്കയിലെത്തുന്നത്, അതും കുടിയേറ്റത്തിനായി. അവരാരുടെയും പിന്നാലെ പായാത്ത അമേരിക്കൻ പോലീസും രഹസ്യാന്വേഷണ ഏജൻസികളും എന്തിനാണ് കേവലം 24-കാരിയായ ഒരു ഇന്ത്യൻ യുവതിക്ക് പിന്നാലെ പായുന്നത്? പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനെ അന്തർദേശീയ തലത്തിൽ ഒറ്റപ്പെടുത്തുവാൻ ഭാരതത്തിൻ്റെ നയതന്ത്ര സംഘങ്ങൾ ലോകരാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു. ഇതിനിടെ നടന്ന കാനഡയിലെ G7 ഉച്ചകോടിയിൽ വെച്ച് ട്രംപ് മോദി കൂടിക്കാഴ്ച നടന്നേക്കുമെന്ന് അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ സന്ദർശനം വെട്ടിച്ചുരുക്കി ട്രംപ് മടങ്ങി. 2 ദിവസം കഴിഞ്ഞ് ട്രംപ് പാക് സേനാ മേധാവി അസിം മുനീറിന് അത്താഴ വിരുന്ന് നൽകുകയും ചെയ്തു. പാകിസ്ഥാൻ സൈനിക താവളങ്ങൾ അമേരിക്കയ്ക്ക് കൂടി ഉപയോഗിക്കാൻ അനുവദിച്ചാൽ അത്യാധുനിക യുദ്ധവിമാനങ്ങളും സാങ്കേതിക വിദ്യയും നൽകാമെന്നും ട്രംപ് മുനീറിന് വാഗ്ദാനം നൽകി എന്നാണ് വിവരം. കൂടിക്കാഴ്ച നടന്ന് ദിവസങ്ങൾക്ക് മാത്രം പിന്നാലെയാണ് അമേരിക്കയിലെത്തിയ ഇന്ത്യൻ യുവതി വിമാനത്താവളത്തിൽ വെച്ച് അപ്രത്യക്ഷയായിരിക്കുന്നത്. ജൂൺ 20-ന് ന്യൂജേഴ്സിയിലെത്തിയ സിമ്രൻ എന്ന യുവതിയെയാണ് കാണാതായത്. യുവതിയുടെ പേര് മാത്രമാണ് അമേരിക്കൻ അധികൃതർക്ക് ആകെ ലഭിച്ച വിവരം. വിമാനത്താവളത്തിലെ CCTV ദൃശ്യങ്ങളിൽ സിമ്രൻ ഫോണിൽ നോക്കുന്നതും ചുറ്റും നിരീക്ഷിക്കുന്നതും വ്യക്തമാണ്. ഇതിനുശേഷം അവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അമേരിക്കയിലെത്തി 5 ദിവസം കഴിഞ്ഞാണ് ഇവരെ കാണാതായതായി പോലീസിന് വിവരം ലഭിക്കുന്നത്. ലിൻഡൻവോൾഡ് പോലീസ് യുവതിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ്. അന്വേഷണത്തിൽ ഇവർ വിവാഹം കഴിക്കാനാണ് അമേരിക്കയിലെത്തിയത് എന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നാൽ ഇത് അമേരിക്കയിലേക്ക് കടക്കുവാൻ കെട്ടിച്ചമച്ച കഥയാണ് എന്നാണ് പോലീസിന് സംശയം. പ്രാഥമിക ഘട്ടത്തിൽ നടത്തിയ അന്വേഷണത്തിൽ സിമ്രന് ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയില്ലെന്നും അവർ മൊബൈൽ കണക്ഷനൊന്നും എടുത്തിരുന്നില്ലെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വിമാനത്താവളത്തിലെ വൈഫൈ ഉപയോഗിച്ചാണ് ഇവർ ഫോൺ ഉപയോഗിച്ചിരുന്നത്. നിലവിൽ സിമ്രന് അമേരിക്കയിൽ സുഹൃത്തുക്കൾ ആരുമില്ല എന്നാണ് വിവരം. കാണാതായതിനു ശേഷം സിമ്രൻ്റെ ഇന്ത്യയിലുള്ള കുടുംബവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ഇതുവരെയും വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. സുപ്രധാന വിവരങ്ങൾ ചോർത്തുവാനെത്തിയ രഹസ്യാന്വേഷണ ഏജന്റാണോ ഈ യുവതി എന്ന ആശങ്കയിലാണ് അമേരിക്കൻ അധികൃതർ. വിമാനത്തിൽ വന്നിറങ്ങിയിട്ട് കൂടി സിമ്രൻ എന്ന പേരിനും ഒരു ഫോട്ടോയ്ക്കും അപ്പുറം യാതൊരു വിവരവും അമേരിക്കയ്ക്ക് ഈ യുവതിയെക്കുറിച്ച് ലഭിച്ചിട്ടില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.